വീഡിയോയ്ക്ക് ഒരു 100 ലൈക്ക് വന്നെങ്കിൽ എന്നെ നിനക്ക് അത് മേടിച്ചിരുന്നിരിക്കും. ഓക്കെ ഓക്കെ. ഓടാനും നടക്കാനും. നീ എവിടേക്ക് ഓടാൻ പോകുന്നത്? എന്നെ ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ട്. അല്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. താങ്കളൊരു MVP സ്റ്റുഡന്റ് അല്ലേ? ബാലറീന കപ്പുച്ചിനോ. നമസ്കാരം ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ മോളിലേക്ക് വന്നേക്കുന്നതാണ്. അതെ, ഇത് ഞങ്ങള് ഹോസ്റ്റലിൽ ഇരുന്നപ്പോൾ വിചാരിച്ചെന്നാൽ മോളിലേക്ക് പോവാന്ന്. എന്തായാലും ഇവിടെ എത്തിയപ്പോഴാണ് വിചാരിച്ചപ്പോൾ നമുക്ക് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. എന്താ ചുമ്മാ ഇറങ്ങിയതാ, മോളിൽ നിന്ന് കറങ്ങാൻ ഇറങ്ങിയതാ. അപ്പം ഞങ്ങൾ എവിടേക്കാണ് പോകണത്, എന്തൊക്കെ ചെയ്യുന്നത് കാണിക്കാം. മെയിനായിട്ട് ഷൂ നോക്കാനാണ് വന്നേക്കണം. നല്ലത് കിട്ടിയ വേടി. അതെ, കുറച്ച് നാളായിട്ട് ഷൂ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ഇന്ന് ഷൂ നോക്കാൻ വിചാരിച്ചു. അപ്പം നമുക്ക് പോവാം. ആദ്യം മോളിന് മുമ്പ് വേറൊരു കടയുണ്ട്. അവിടെ വേറൊരു കടയുണ്ട്, ക്രോഷ്. അവിടെ വല്ലതും കിട്ടുമോ നോക്കാം. എന്നിട്ട് നമുക്ക് മുകളിലേക്ക് പോവാം, നടക്കാം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ക്രോഷ്. നമുക്ക് അകത്തേക്ക് കയറാം. കൂടെ ഡെന്നെ ഉണ്ട്. നല്ല വെയിലായിട്ട് തൊപ്പിയെടുത്തില്ല. എത്തി. ഹായ് പ്രാവ്. ഞങ്ങൾ ക്രോഷിലേക്ക് കയറാണ്. സൂപ്പർ മാർക്കറ്റ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. തുണിക്കടയും എല്ലാം ഉണ്ട്. അതെ, ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ യുക്രൈനിയൻ ട്രഡീഷണൽ ഡ്രസ്സ്. പല വെറൈറ്റി ഇങ്ങനത്തെ. ഇത് ഹാൻഡ് സ്റ്റിച്ച്ഡ് ആണ് കേട്ടോ, ഫുൾ ഹാൻഡ് എംബ്രോയിഡറി വർക്കാണ് ഇത് മൊത്തം. ഇതുള്ളത് മൊത്തം സമ്മർ കളക്ഷൻസ് ഉണ്ട്. ഞങ്ങൾ ഇത് മെന്നിൻ്റെ ആണോടി? അങ്ങനെയൊന്നും യൂണിസെക്സ് ആണോ? Нарешті програма лояльності, яка вас розуміє. В Юті все прозоро та з турботою про вас. Забудьте про пластик. Ваша картка завжди під рукою у смартфоні. Кожна покупка. എന്താ? ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ലാമല്ലേ? അതെ, നിനക്ക് വേണോ? ഇതിനൊരു എത്ര? 349 ഒള്ളി. ഇത് ഈ വീഡിയോയ്ക്ക് ഒരു 100 ലൈക്ക് വന്നെങ്കിൽ എന്നെ നിനക്ക് അത് മേടിച്ചിരുന്നിരിക്കും. ഓക്കെ ഓക്കെ. ഈ വീഡിയോയ്ക്ക് 100 ലൈക്ക് വന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവൾക്ക് ആ സാധനം മേടിച്ചു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഏത് നിനക്ക് നീ കൺഫേം ചെയ്യും? അത് മതിയോ? ലാമ മതിയോ? പക്ഷെ അവൾക്ക് ലാമ മതി എന്നാണ് പറയുന്നത്. അവൾക്ക് മേടിച്ചു കൊടുക്കുന്നതായിരിക്കും. ലൈക്ക് ചെയ്യൂ, എന്നാലേ ഉള്ളൂ എനിക്ക് മേടിച്ചു തരൂ. അതെ, എന്നാലേ മേടിച്ചു കൊടുക്കത്തുള്ളൂ. ഇത് മേടിച്ചിട്ടില്ല. ഇത് കൊള്ളാം കട്ടിലുമ വയ്ക്കാൻ. ഇത് നല്ല സൗണ്ട് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. മോന്ത നോക്കുന്നുണ്ട്, ഉറക്കം തൂങ്ങിയിരിക്കുന്നു. ഡേനെ പോലെ തോന്നുന്നുണ്ട് നീ കണ്ടിട്ട്. മൂക്കിന് എന്തിട്ട് അടി പറ്റിയേക്കണേ? ഇടി പകിന്റെ മൂക്ക് ഇങ്ങനെ അടി. അല്ലടി, ഈ ഭാഗം കാണാൻ അവർ കളർ ചെയ്തേക്കുന്ന ഒരു മനിയില്. നമുക്ക് അവരോട് മര്യാദ കളർ ചെയ്യാൻ പറയാം. മീൻ വേണോ നിങ്ങൾക്ക്? മീമി വേണ്ട. ഒരു ലുക്ക് പായത്തുള്ള കാണാൻ പറ്റില്ല. പായ കാണാനേ. വീഡിയോസ് എടുത്തുണ്ട്. എന്തേലും ഷൂ എല്ലാം നോക്കിയിട്ട് കിട്ടിയോ? ഇല്ല, നമ്മുടെ മീൻ കടമയ്ക്ക് നമുക്ക് കിടക്കാം. എന്താ മീൻ കടമ? ഷൂ നോക്കാം. ഷൂ നല്ലത് ഉണ്ടെങ്കിൽ മേടിക്കാം. അതാണ് മീൻ പറഞ്ഞത്. അതെ, ഞങ്ങൾ ഇടയ്ക്ക് വഴി എത്തിപ്പോയായിരുന്നു ഒന്ന്. ഷൂ എവിടെ ഷൂ മേടിക്കുന്നു? എൻ്റെ സൈസാണോ അത്? ഇതന്നെ ഇങ്ങനത്തെ ഒക്കെ മേടിക്കണം തന്നെ. ബാക്ക്ഗ്രൗണ്ട് പാട്ടുകൊണ്ട് എത്ര ക്ലിയർ ആവുമെന്ന് അറിയില്ല. എനിക്ക് ഗ്രേ ബ്ലാക്ക് വൈറ്റ് ഒക്കെ ആയിരുന്നു വേണ്ടത്. ഭംഗിയുണ്ട്, ഇട്ടോക്കണ്ടേ. ആ, നോക്കി വെച്ചിട്ട് പോവാ ഇവിടെ നിന്ന്. എങ്ങനെയുണ്ട് ഗൈസ്? കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് തോന്നുന്നുണ്ട്. എൻ്റെ കാലുമ ചേരുമെന്നും തോന്നുന്നു. എൻ്റെ സൈസ് എത്രയാ?
അറിയില്ല എനിക്ക് കിട്ടുന്നത് 39. ചിലപ്പോൾ പാകാമായിരിക്കും കണ്ടിട്ട്. ഇട്ട് നോക്കാല്ലേ, ഇട്ട് നോക്കാം. അവളിട്ട് നോക്കട്ടെ. പക്ഷെ കാലിനൊരു ഭംഗിയില്ലേ? എന്താന്ന് കാലിന് കാണാൻ ഒരു ഭംഗിയില്ല. എൻ്റെ കാലിന് ചേരുണ്ടാ? ചേരുന്നുണ്ട്, ശരിക്കും ഉണ്ട്. സംഭവം നല്ല സാധനം. സത്യം. ആ നടക്കാൻ എങ്ങനെയുണ്ട്? രണ്ടും ഇട്ടിട്ട് നടന്നു നോക്ക്. ഓക്കെ. ഇത് മേടിക്കാൻ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ബഡ്ജറ്റ് എത്ര അത് ഇവിടെ നോക്കാനുള്ള. അപ്പൊ എന്താ ഇവിടെ നിന്ന് ഇറങ്ങുവാണോ? നമുക്ക് ഇവിടുത്തെ ഡ്രസ് കളക്ഷൻ നോക്കാം. കുറെ ഉണ്ടല്ലോ, വെറുതെ കാണാലോ. ആ ശരി. വയലറ്റ് ട്രൗസർ വേണം, അതിന് വയലറ്റ് ഷോർട്സ്. എത്ര വയലറ്റ് വേണ്ട. സോ നമ്മളിപ്പം ജസ്റ്റ് ചുമ്മാ കറങ്ങി കിടക്കാണ്. വേറെ ഒന്നും എടുക്കാൻ പ്ലാനില്ല. ഉടുപ്പാണ് അവിടെ 300 എടുക്കടേ. ഞാൻ ഫുൾ സപ്പോർട്ടാണ്. പക്ഷെ ഇതെനിക്ക് പാകാവില്ല, എനിക്ക് പറ്റിയില്ല. എക്സ്ട്രാ ലാർജും ഇത് എക്സ്ട്രാ സ്മോൾ വേറെ ഉണ്ട്, സൈസുണ്ട്. ആ ലാവൻഡർ, ശരി കുറച്ചുകൂടി ലാവൻഡർ കളറാണ്. ആ കളറാണ്. ഈ വയലറ്റ് കുഴപ്പമില്ല. ഈ വയലറ്റ് കുറച്ചുകൂടി രസമില്ലേ? ഇല്ലേ? ആരാ? അതെ അതെ, അത് മേടിക്കാനേ. നല്ലതാ. നിങ്ങൾക്ക് വലുതാവും ചിലപ്പോ. നമ്മൾ മെയിനിൽ എന്താ ചെയ്യണേ? തുണി എടുക്കുക, പൈസ നോക്കുക, തിരിച്ചു വയ്ക്കുക. യെസ്. ഇത് മേടിക്കേ. ഇത് സെറ്റായിട്ട് മേടിച്ചിട്ട് നീ ഇടുവോ? ആ എന്തടി പറ, നീ പറ, നീ പറ. മൈ ഗോഡ്. ഡെന്നെ നീ അല്ലേ കേ ഡ്രാമ കാണുന്നേ? ദോ ഇവിടെ 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 തിരിഞ്ഞു നോക്ക്, തിരിഞ്ഞു നോക്ക്. വേണ്ട, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ എന്താ ഇഷ്ടപ്പെടാത്തെ? ലുക്ക് ക്യൂട്ടായാലും നമ്മൾ ക്യൂട്ടാവണ്ടേ? അതെനിക്ക് ഇഷ്ടപ്പെടും. ഇത് മേടിക്കുക തന്നെ. ഇത് ഇങ്ങനത്തെ മേടിക്കുക തന്നെ. നീ ഇങ്ങനത്തെ ഒക്കെ ഇട്. നിനക്ക് പറ്റിയതാ. കോളേജിൽ ചെയ്തിട്ടുണ്ട് പോലെ. എല്ലാം ഉണ്ടെന്നെ ട്രൈ. ചേരുന്നില്ല പാൻറ്. എനിക്ക് എവിടെ രാത്രി കിടന്നുറങ്ങുമ്പോൾ എടുത്തിടാം. ഇനി ഉണ്ടാവല്ലേ? ആ കയറ്റി, അകത്തേ കയറ്റി, അന്നാക്കിലേ കയറ്റി. ഇവിടെ നിന്നും കൊടുക്കാൻ പ്ലാനില്ല. ഇവർക്ക് തെണ്ടി തിരിഞ്ഞ് നടക്കുവാണ് പണിയില്ലാണ്ട്. ഇവിടെ കൂടുതലുണ്ട്, പിന്നെ കുഴപ്പമില്ല. ക്യാപ്പ് വല്ലതും മേടിക്കുന്നുണ്ട് തന്നെ. വേണ്ടേ? എൻ്റെ പോണിട്ടയിലായതുകൊണ്ട് ഇരിക്കത്തില്ല. ആ സെറ്റ്. എങ്ങനെയുണ്ട്? നിന്റെ ഇതിങ്ങനെ പൊന്തിരിക്കണം. എനിക്ക് അറിയത്തില്ല. എൻ്റെ മറ്റേ ക്യാപ്പ് വെച്ചപ്പോഴും പൊങ്ങിയിരിക്കുകയാണ്. എൻ്റെ തല ചെറുതാ. തലച്ചോറ് എന്താന്ന്? തലച്ചോറ് വീർത്തിരിക്കണ കാര്യമാണോ? എന്തൊക്കെയോ പറയുന്നുണ്ട്. താങ്കളൊരു MBBS സ്റ്റുഡന്റ് അല്ലേ? ബാലറീന കപ്പുച്ചിനോ.
എടുത്തന്നോ പൊക്കോ ഇല്ല എടുത്തന്നോ. ബാലറീന മാത്രമുള്ളൂടി വേറെ ആരുമില്ല. വേറെ ആരെങ്കിലും വേണോ നിനക്ക്? ഇനി സഹൂറുണ്ടെങ്കിൽ ബാലറീന കപ്പിച്ചിനുണ്ട്. സഹൂർ ഫാൻ ഗേൾ ഡെന്നാ സഹൂർ. ഒരു സമയത്ത് എൻ്റെ പൊന്നെ ഇൻസ്റ്റയിൽ ഈ ബ്രെയിൻ റോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു ദിവസം ഇവിടെ അയച്ചു തന്നു. അപ്പോൾ എനിക്കറിയില്ല സംഭവം എന്നാന്ന് എനിക്കറിയില്ല. അയച്ചു തന്നതിന് ശേഷം റീല് മൊത്തം ഇത് തന്നെയാണ്. ലാസ്റ്റൊക്കെ ഞാൻ ലാസ്റ്റ് നോട്ട് ചെയ്ത് ഞാൻ പഠിച്ച്. ഇവിടെ ഇടക്കിടക്ക് ഒന്ന് ചോദിക്കും, ഇടക്കിടക്ക് ഒന്ന് പേര് ചോദിക്കും. ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പോലെ ഒന്ന് പേര് വെച്ചുകൊണ്ടിരിക്കും. വേറെ നിവർത്തിയില്ല. ഞാൻ സത്യം പറഞ്ഞാൽ മറ്റേ എന്താ സ്റ്റിക്കി നോട്ടിനകത്ത് എഴുതി വെച്ച് പഠിച്ചിട്ടുണ്ട്. ഞാൻ അമ്മാതിരി പഠിച്ചിട്ടുണ്ട് ഇവള് കാരണം. എൻ്റെ ഇൻസ്റ്റ മൊത്തം ഫീഡ് മൊത്തം കൊളാക്കണത് ഈ ഒറ്റ. ഫേവറേറ്റ് ക്യാരക്ടർ ആരാ? ബൊമ്പടിയിലോ ക്രൊക്കഡിയിലോ അതെന്റെ ഫേവറേറ്റ് ക്യാരക്ടർ. സഹൂറാണല്ലേ? നന്നായി. ഇതാണ് അവസ്ഥ. നമ്മൾ എന്താ പഠിക്കണേന്ന് പറഞ്ഞാൽ 4th year MBBS സ്റ്റുഡൻസ് അല്ല, 5th year ആയി. പൊക്കമില്ലാത്ത കുട്ടി. കളഞ്ഞു ബോഡി ഷേമിംഗ് ഒക്കെ പറയടങ്ങ. കുഴപ്പമില്ല, നിന്നല്ലേ. ഇവിടെ ഉണ്ടോ നോക്ക്. സഹൂർ ഇവിടെ ഇല്ല. മാൻ കാപ്പിബാര ഉണ്ട്. നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാല്ലേ? എവിടേക്കാ ഇനി? മോളേക്ക്. അപ്പോൾ കടയിൽ നിന്ന് ഇറങ്ങി നമ്മളിനി എവിടെ പോവാം? മോളിക്ക് പോവാം. ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത ദൂരമേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെ മോള് വരുന്നത്. ക്രോസ് ചെയ്യാൻ നടക്കാം. നല്ല വെയിലുണ്ട്. പക്ഷെ കാറ്റുള്ളതുകൊണ്ട് അത്ര ചൂടറിയുന്നില്ല അല്ലേ? കഴിഞ്ഞ സമയത്ത് എന്നാ വെയിലായിരുന്നല്ലേ? അയ്യോ, ഇല്ല കാറ്റും ഉണ്ടായിരുന്നില്ല. ഇത്തവണ മഴയുണ്ട്, കാറ്റും ഉണ്ട്. നല്ല ക്ലൈമറ്റാണ്. സമ്മറാന്ന് തോന്നത്തില്ല. ഒരു കുഴപ്പമില്ലാത്ത വൈബാ. എന്താ കാണാനാ? എന്നെ പിന്നെ സുന്ദരിയല്ലേ? എന്നെ ഫാൻസ് അസോസിയേഷൻ വരെ ഉണ്ട്. ഇതിൽ കൂടുതൽ എന്തുണ്ടാവാനാ? ശരി. ഷൂ കിട്ടിയാൽ മാത്രം മൊയ്ത മേടിച്ചു തരത്തുള്ളൂ എനിക്ക്. അതെന്താ? ഷൂ കിട്ടിയാൽ അതിനെ ഷൂ കിട്ടണേ. എനിക്ക് ഷൂ കിട്ടണേ, എന്നാലേ മൊയ്ത കിട്ടത്തുള്ളൂ. ക്രൂര മനസ്സിലുടമയോടെ തന്നെ. അറിയില്ല, എന്തോ പറയാ. ആകാശത്തുണ്ട്. ആകാശത്ത് മരത്തിലുണ്ട്. എന്താണ് UV പ്രൊട്ടക്ഷൻ? ഭയങ്കര സൗന്ദര്യത്തിൽ ഞാൻ തൊപ്പി വെച്ചിട്ടുള്ള എന്നാ മുടി കേടാൻ വിചാരിച്ചിട്ട്. എന്റെ സൗന്ദര്യം മാത്രം മതി. ഞാൻ സൺസ്ക്രീൻ വരെയൊക്കെ തേച്ചിട്ടില്ല. ഞാൻ തേച്ചായിരുന്നു. എനിക്ക് അതിന്റെ മണം ഇഷ്ടം. സൺസ്ക്രീനിന്റെ മണം ഇഷ്ടമില്ല. നമ്മൾ അത് തേച്ചിട്ടില്ല. ഞാൻ തൊപ്പി വെച്ച് കിടക്കുന്നത്. സമ്മതിക്കണം എന്താ എൻ്റെ തന്നെ. ഞാൻ കൈ വേദന എടുക്കുന്നിട്ടാ ഫോൺ പിടിച്ചിട്ട്. ഹൈ, 2 സുന്ദരിമാർ. നിങ്ങളെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അല്ലേ തന്നെ? യെസ്, സബ്സ്ക്രൈബ് ചെയ്യൂ. രമ്യയുടെ ചാനൽ വലുതാക്കൂ. അതെ, ലൈക്ക് ചെയ്യണം. കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കൂ. വീഡിയോനെ പറ്റി എല്ലാം അറിയിക്കാൻ മറക്കല്ല കേട്ടോ. കമൻസ് ആണ് ഇവളുടെ മോട്ടിവേഷൻ. നിങ്ങൾ വല്ലതും മെസ്സേജ് അയച്ചാലാണ് ഇവൾക്ക് ഉണ്ടാക്കാൻ തോന്നുള്ളൂ. അല്ലെങ്കിൽ അത് വീഡിയോ എടുക്കൂല. അങ്ങനെ വെറുതെ നടക്കും. കുറ്റം പറയുന്ന ഗൈസ്, കുറ്റം പറയുന്ന, വെറുതെ കുറ്റം പറയുന്ന. കമന്റ് ചെയ്ത് ഇവളെ സപ്പോർട്ട് ചെയ്യൂ. അതെ ഗൈസ്, സപ്പോർട്ട് ചെയ്യൂ ഗൈസ്, സപ്പോർട്ട് ചെയ്യൂ. ഇന്ന് അൺഎഡിറ്റഡ് വീഡിയോ ഒക്കെ എങ്ങനെ ഉണ്ടാവും? അൺഎഡിറ്റഡ് എങ്ങനെ ഉണ്ടാവും? ഇത് എഡിറ്റ് ചെയ്യണ്ട, അങ്ങനെ തന്നെ കേട്ടിട്ടാലോ? നോ വേ എഡിറ്റ് ചെയ്യാണ്ടിട്ടാൻ ഞാൻ നീ പെർമിഷൻ ഇല്ലാണ്ട് വീഡിയോ എടുത്തോന്ന് പറഞ്ഞിടൂ. അയ്യോ, അതെന്താണ് നിന്റെ പെർമിഷൻ? എന്റെ മുമ്പിൽ ഞാൻ ക്യാമറ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് അങ്ങനെ നിർത്തിയത്. ഭഗവാനി, കൂടെ നടക്കണതിനെ പോലെ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ. നീ അങ്ങനെ ഫേമസ് ആയി കഴിഞ്ഞാൽ നീ എന്റെ പേരിൽ കുറ്റം പറയും.
എന്താ എനിക്ക് പ്രശ്നം ഉറപ്പാ. കുഴപ്പമില്ല. അപ്പം എന്താണെങ്കിലും നല്ലതാണ്. ഇതാണ് മോൾ. ഇതാണ് ഞങ്ങൾ ഇവിടെ നിന്ന് മെഗാ മോൾ. കാണുന്നുണ്ടോ? ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ മെഗാ മോൾ. നമ്മൾ മോളിനകത്തേക്ക് കയറുവാണ് ഗൈസ്. ഹായ്, ഇത് അവിടെ വെള്ളച്ചാട്ടം. പോയി ചാടൂര് പോയി ചാടും. തിരിച്ചിറങ്ങുമ്പോൾ വെള്ളത്തിൽ കുറച്ച് നേരം കളിച്ചിട്ട് വരാം. അയ്യോ, നല്ല വെയിലാണ് ഗൈസ്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് തിരിക്കുന്നു. എന്താ ഫസ്റ്റ് ഷോപ്പ് എങ്ങോട്ട് വാ. ഫസ്റ്റ് ഷോപ്പ് എൽ സി ഇടുന്ന വൈക്കിക്ക് ഷൂസ് അപ്പുറത്തെ സൈഡിലാണ്. എന്നിട്ട് എന്നെ ഫീച്ചർ ഞാൻ വിചാരിച്ചു. ഇവിടെ ഷൂസ് ഉള്ളത്? ആ ഇല്ല. എത്രയാ? നിന്റെ ബഡ്ജറ്റിലുള്ളതാ. എന്ത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്നാ പറഞ്ഞ ഗൈസ്. ഈ ഷൂസ് നമ്മൾ ഫസ്റ്റ് കടയിൽ നിന്ന് ഇറങ്ങിപ്പോന്നു ഗൈസ്. കാരണം ഡെന്നയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവളുടെ ഐഡിയോളജിയിൽ പറ്റിയ ഷൂസ് അവിടെ ഉണ്ടായില്ല. എങ്ങനത്തെ ഷൂസാണ് നിനക്ക് വേണ്ടത്? എങ്ങനത്തെ ഷൂസാന്ന് വെച്ചാൽ എൻ്റെ കാലിനും ഭംഗിയുള്ള ഷൂസ്. കാലിന് ഭംഗി ഉണ്ടായാൽ മതി, എല്ലാത്തിനും ചേരണം. കംഫർട്ട്. പിന്നെ ഓടാനും നടക്കാനും. നീ എവിടേക്ക് ഓടാൻ പോകുന്നത്? ബസ് പിടിക്കാൻ ലേറ്റ് ആയി പോകും. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ ലേറ്റ് ആവില്ല, അപ്പോൾ ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട്. പിന്നെ നടക്കാൻ, ബസ് പിടിക്കാൻ. അതെ, ഓടാനും ചാടാനും നീന്താൻ വരെ പറ്റിയ ടൈപ്പ് ഷൂസാണ് ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഡയമണ്ട് ഒരു നെക്ലേസ് നോക്കിയുള്ളൂ. സിൻസിലെ പോണ്ടേ? പീ വെച്ചിട്ടോ? അറിയില്ലട. പണ്ടോര അങ്ങനെയാണോ പറഞ്ഞ? പാൻഡോര. എന്താ പ്രൊണൗൺസിയേഷൻ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഗൈസ്, ക്രോപ്പിൽ പോകണോ അതോ സിൻസിയർ പോകണോ? ക്രോപ്പിൽ പോകാൻ നമ്മുടെ അടുത്ത കട. എനിക്ക് സാധാരണ ഡെന്ന അടുത്ത കടയിൽ കയറിയിരിക്കുന്നു ഗൈസ്. എടുക്കട്ടെ എന്നെ? പക്ഷെ ജെൻസിൻ്റെ അത്. ഡെന്നയ്ക്ക് എന്താണെന്നല്ല, ജെൻ സെക്ഷനിൽ കുറച്ച് കണ്ണ് കൂടുതൽ പോകുന്നുണ്ട്. സത്യം പറ. അപ്പോൾ സാധാരണ ജെൻസ് പറയണത് ലേഡീസിൻ്റെ കളക്ഷൻ കൂടുതലുണ്ടെന്ന്. ഇവിടെ നേരെ തിരിച്ചാ പറയുന്നത്. ഷൂസല്ലേ നോക്കുന്നത്? അതെ, ഷൂസ് അപ്പുറത്തെ ഇടാം. ഡെന്ന ഫുൾ ടൈം ജെൻസിനോടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും ഞാൻ ഇവിടെ എന്തെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടു തന്നെ ഒറ്റ നോട്ടത്തിൽ. ഏതാ? ഹലോ കിറ്റി ആണോ ഡെന്നെ? ആ എന്തടി? പിന്നെ ഷൂസ് ഇട്ട് പുറത്തിറങ്ങുമ്പോൾ ചെളിയാവേണ്ടതാണ് നോർമലി. ഏതാ സൈസ്? ഇവിടെ ആരോടും ചോദിച്ചാൽ തരുമായിരിക്കും. ഹലോ കിറ്റി ഇട്ട് കിടക്കുമ്പോൾ ക്യൂട്ട്നെസ് വാരി അറിയുന്ന ഡെന്ന. നമുക്കതാണോ? ഇവിടെ സൈസ് ആണെങ്കിൽ ഇവിടെ ചോദിക്കാം. ഇതോടെ തന്നെ എനിക്ക് വീണ്ടും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇവിടെ നിന്ന് ഡിസപ്പോയിൻറ്റഡ് മുഖം. ഇങ്ങോട്ട് ആ ഡിസപ്പോയിൻറ്റഡ് മുഖം ഒന്ന് കാണിക്കേ. അഭിനയിച്ച അങ്ങ് തകർക്കോ? സിനിമയിൽ കയറാൻ വല്ല പ്ലാനുണ്ടോ? എനിക്ക് മഞ്ഞ കളർ കാണുമെന്ന് പറഞ്ഞത് ആണോ തന്നെ? സ്പോർട്സ് ഷൂസ് അല്ലേ ഇത്? ഓടാൻ വേണ്ടിയിട്ട് ഷൂസ് നല്ലതാ. ഈ സമ്മറിലിട്ട് നടക്കുമോ? എടുക്കട്ടെ തന്നെ, എടുക്ക്. അത് മേടിക്കുന്നുണ്ട് തന്നെ.
കിട്ടും. ഗൈസ് തന്നെ വീണ്ടും രണ്ടാമത്തെ കടയിൽ നിരുത്സാഹപ്പെട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഷോ ദ ഡിസപ്പോയിൻമെന്റ് ഫേസ്. വീണ്ടും ഡ്രാമ അഭിനയിച്ചങ്ങ് തകർക്കുകയാണ് ആളിരുന്ന്. ഇപ്പോൾ നമ്മൾ തേർഡ് കടയിൽ പോവാണ്. ഇപ്പം ഒന്നിപ്പയച്ച 3 പക്ഷെ നമ്മൾ ആദ്യം വേറൊരു കടയിൽ പോയായിരുന്നു, ക്രോപ്പിൽ അല്ല ഗ്രോഷിൽ. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതവിടെ തന്നെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് അടുത്ത 3ാമത്തെ കടയിലേക്ക് പോവാം. ഇവിടെ കളക്ഷനും ഉണ്ടായിരുന്നു. നിനക്ക് എന്താ തോന്നുന്നു ഇവിടെ നിന്ന് കിട്ടുമോ? ഇത് ഏതോ സെൻസിയാണ് കിട്ടാറുണ്ട് സാധാരണ. സെൻസിയാണ് ഇവളുടെ ലക്കി കട എന്നാണ് പറയുന്നത്. ലക്കി കട ടെന്നയുടെ ലക്കി കടയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് നടക്കുന്നത്. കടയിൽ കയറിയ പിന്നെ ഡെന്നെ നോക്കണ്ട, അവള് നിലാവത്ത് അഴിച്ചു വിട്ട കോയിനെ പോലെയാണ്. ഹലോ കിട്ടിയ ടോട്ടെ ബാഗ് ഹലോ കിട്ടി വേണ്ട, എനിക്ക് നോർമൽ മതി. ഷൂസ് അപ്പുറത്തടാനെ അവിടെ അങ്ങ് ദൂരെ. ഇതാണ് പ്രശ്നം, നമ്മളൊരു സാധനം എടുക്കാൻ വന്നു കഴിഞ്ഞാൽ വഴിയിട്ട് എവിടെയെങ്കിലുമൊക്കെ കയറിപ്പോവും. അപ്പോൾ നമുക്ക് നേരെ ഷൂസ് ഇവിടെ ഇങ്ങോട്ട് ഈ ഡയറക്ഷൻ. എനിക്ക് മേടിച്ചാ എനിക്ക് മേടിച്ചു തരാൻ കുഴപ്പമില്ല കൊച്ചിന്. ഇതെങ്ങനെയുണ്ട് കാണിച്ചേ? സീൻ സാധനം ചവിട്ടിട്ട് നമ്മുടെ നാട്ടിലെ ചവിട്ടിയില്ലേ, ആ ഒരു ടെക്സ്ചർ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എടുത്താൽ യെസ്, വേറെ എടുക്കാം. പിക്നിക് ബാഗ് എടുത്താലോ? അത് കൊള്ളാടേ, ഇത് കൊള്ളാം. പക്ഷെ നമ്മൾ കുറേ സാധനങ്ങൾ ഉണ്ടാവില്ലേ? ശരിയാ, കുറേ സാധനങ്ങളോട് ചെറിയ ബാഗ് തികയത്തില്ല. അല്ലെങ്കിൽ ഈ ബാഗ് ഞങ്ങൾ എടുത്താണ് അല്ലേ? യെസ്, ഷൂസ്. ചെരുപ്പ് മേടിക്കുന്നു. ഫോൺ എങ്ങനെ കൊണ്ടുപോകണേ? സോഷ്യൽ നോക്കുന്നു നല്ല ചട്ടക്കാരിൽ എടുക്കാനേ. പിന്നെ വൈറ്റ് ഷൂസൊക്കെ ഇടുമ്പോൾ കാണാൻ നല്ല സെറ്റാണ്. പക്ഷെ ഞാൻ ഇട്ടാ ചെളിയാവും. ചെളിയായിട്ട് ഞാൻ കഴുകി വൃത്തിയിൽ കൊണ്ട് നടക്കില്ല. സ്വയമേ അറിവുള്ള നല്ലതാണ്. നമുക്ക് ചെളി കാണാത്ത ലൈറ്റ് ഷൂ വേണം. ചാണക കളർ എടുത്തോ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഗൈസ് കാലിന് കാണാൻ ഭംഗിയുണ്ട്. ഉണ്ട്. എങ്ങനെയുണ്ട്? നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഓക്കെ ആണോ? ഇല്ല, എൻ്റെ കുറച്ച് ഡാർക്കാൻ തോന്നുന്നു. എന്താ പിന്നെ നല്ല ചെളിയുണ്ട്. കുഴപ്പമില്ല അല്ലേ? ഇല്ല, ഫൈനലൈസ്ഡ് തന്നെ. ഉറപ്പിച്ചോ? പക്ക. ആ മുഖം ഒന്ന് കാണിച്ചേ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഡെന്നെ ഓൺ ഫോട്ടോഷൂട്ട് മോഡ്. ഡെന്നെ 4 കേട്ടോ. ഈ ഫോണിന് എന്തോ പറ്റിയിടി, ഭയങ്കര കട്ടായി വരുന്നു വീഡിയോ. നെറ്റല്ല, ഡെന്നെ ബില്ലടിക്കാൻ പോവാം. എൻ്റെ ഒരു വീഡിയോ കട്ടായി പരിപാടി ഉണ്ട് ഈ വീഡിയോ എടുക്കുമ്പോൾ. അത് നിങ്ങൾക്ക് മുമ്പ് ഇടയ്ക്ക് വരാറില്ലേ? ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഭയങ്കരമായിട്ട് വരുമോ? ചാർജില്ലാത്ത കാരണം ചിലപ്പോൾ ചാർജിന് എത്രയാവും? ഇല്ല, അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അതെ, പോവാ. $79 നാട്ടിൽ എടുത്തിട്ടുണ്ടാവല്ലേ? ഇത് തുറക്കാൻ പറ്റുമോ? ഇത് ക്യാഷ് ഇടാനുള്ളതല്ലേ? തുറക്കാൻ പറ്റും. അടിയിൽ എടുക്കാമല്ലോ. അഞ്ച് ഇവിടെ നിന്ന് മേടിച്ചു. അപ്പം ഇവിടെ നിന്നെല്ലാം മേടിച്ച 69.
നിങ്ങൾക്ക് വേണ്ട വലിയ കൊള്ളണോ? കൊള്ളും, കൊള്ളിക്ക് വരും. ഒരാൾ കവറിന് കാശാവത്തില്ല, നമ്മൾ ഫ്രീ ആയിട്ട് പരസ്യം ചെയ്യുന്നതല്ലേ, അപ്പം കാശൊന്നും വേണ്ടാന്ന് പറഞ്ഞ് കവർ മേടിച്ച്. എന്താ എന്നിട്ട് ഇങ്ങോട്ട് പുറത്തേക്കല്ലേ? ഇതെന്തായി? എത്രയാണ് കവറിന് മേടിച്ചേ? അതിൻ്റെ മണം എപ്പോഴും പോയിട്ട് തന്നെ. അങ്ങനെ ഫൈനലി നമ്മുടെ ഷൂ മേടിച്ചിട്ടുണ്ട്, സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ബഡ്ജറ്റ് എത്രയായിരുന്നു? ബഡ്ജറ്റ് 800 വരെ. 800 ആയിരുന്നു ബഡ്ജറ്റ്. നമ്മളതിൻ്റെ ഹാഫ് പ്രൈസിനാണ് ഷൂ മേടിച്ചിരുന്നത്. എല്ലാം എൻ്റെ അനുഗ്രഹം കാരണം കേട്ടോ, ഞാൻ കൂടെ ഉള്ളതുകൊണ്ടാണ്. എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ. പിന്നെ എങ്ങടാ പിന്നെ എത്രയാ? പിന്നെ എങ്ങടാ സമയം എത്രയും? 4:45. സമയം 4:45. ഫ്രണ്ട്ഷിപ്പ് പാർക്കിൽ പോയിരിക്കാനുള്ള സമയമില്ല. ചെന്നിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കി കഴിക്കണം. സോ ഇനിയിപ്പോൾ എങ്ങടെ പോകുന്നത്? ഇനി നമ്മൾ വീട്ടിലോട്ട് പോവാണ്, ഐ മീൻ ഹോസ്റ്റലിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് മൊയ്ത്തോ. നീ പറഞ്ഞത് 500-നുള്ളിലാണെങ്കിൽ മൊയ്ത്തോ എടുത്തരാമെന്ന് പറഞ്ഞത്. ഡെന്നെ, നിനക്ക് എന്താണ് ജീവിതത്തെ പറ്റി പറയാനുള്ളത്? ജീവിതം വളരെ നല്ല ജീവിതം, കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകണം തൽക്കാലം. എന്നാ ഫുള്ളോൺ പോസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നു, അല്ലെങ്കിൽ വാ തുറന്നാൽ നെഗറ്റീവാ തള്ളാറുള്ളൂ, അല്ലെങ്കിൽ വാ തുറന്നാൽ നെഗറ്റീവ് വരത്തുള്ളൂ ഇവളുടെ വായന്ന്. നിങ്ങളിപ്പോൾ എന്തോ പോസിറ്റീവായിട്ട് പറയുന്നത്? തൽക്കാലം നമ്മൾ പോസിറ്റീവ് സൈഡ് കാണാൻ പാടുള്ള രമ്യ. ആരായി പറയുന്നത്? ഇങ്ങനെ സംസാരിക്കും. ആരായി പറയുന്നത്? അല്ലെങ്കിൽ വാ തുറന്ന് എന്താ പറയാറുള്ളത്? എനിക്ക് വയറിനാന്ന് പറയുമ്പോഴത്തേന് എന്തൊക്കെയാ പറയാറുള്ളത്? നമ്മളെങ്കിൽ ഇല്ലാണ്ടായി കളയും. ഒരു ഡോക്ടറും കൂടി ആ പഠിക്കുന്ന കൊച്ചെന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കുമല്ലോ. പക്ഷെ ഇവളുടെ പറയാൻ ഞാൻ പല വിശ്വസിക്കാറില്ല. പോസിറ്റീവ് സൈഡല്ലേ? അടുത്ത തവണ നെഗറ്റീവ് പറയുമ്പോൾ ഞാൻ വീട് എടുത്തു കൂടി അത് ഞാൻ അതിടും. ഉണ്ടോ ഇതാണ് പോസിറ്റീവ് എന്നാന്ന് പറഞ്ഞിട്ട് നോക്കിക്കോ. കുഞ്ഞു പിള്ളേരുടെ ജീവിതം രസാലേ. നല്ല വെയിൽ, നല്ല ചൂടുണ്ട്. ഇതെന്നെ പറഞ്ഞ പോലെ മൊയ്ത്ത് മേടിച്ചു തരില്ലേ? യെസ്, മേടിച്ച് തരാണ്ട് എവിടെ പോവാൻ? മൊയ്ത്ത് മേടിച്ചു തരണ്ട എവിടെ പോവാൻ? മൈ ഗോഡ് എന്നാ. അപ്പോൾ നമ്മൾ ബസ് സ്റ്റാൻഡിൽ അവിടേക്ക് പോവാൻ. ഇവിടെ സമ്മറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ചെറിയ സ്റ്റോളെന്ന് പറയാൻ പറ്റില്ല അല്ലേ, അങ്ങനെ കുറേ മൊയ്ത്തോ ഉണ്ട്, ക്വാസ് ഉണ്ട്. അത് രണ്ടും ഉള്ള ഷോപ്സും അല്ല, അങ്ങനെ ഉണ്ട്. നമുക്ക് അവിടെ നിന്ന് മേടിക്കാൻ പോകാം. കാണിച്ചാൽ കേട്ടോ. മെലങ്കി താങ്ക് യു. വാവ്, എന്നാ ഒരു ഇതാണ് അടിപൊളി. ഈ വെയിലത്ത് ഇങ്ങനെ നടന്നിട്ട് കുടിക്കാൻ എന്ത് രസമാണെന്നറിയോ? നമുക്കിനി ട്രാമിൽ വേണം പോവാൻ. ട്രാമിൽ പോകണം, ബസ്സിൽ പോകണം. നമുക്കിനി ട്രാമിൽ പോകണം. അതിനോട് ആദ്യം വെയിറ്റ് ചെയ്യണം. അവിടെ റെഡ് സിഗ്നൽ എപ്പോൾ ഗ്രീൻ ആകുമ്പോൾ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്തേക്ക് പോയി ട്രാം സ്റ്റോപ്പിൽ പോയി നിൽക്കാം. നമുക്ക് 5 മിനിറ്റ് കൂടി ട്രാം വരാനായിട്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ തന്നെ. യെസ്, നമ്മളിവിടെ ഇത് വേസ്റ്റ്മെന്റിൽ കൊണ്ടുവിടാൻ വേണ്ടി വന്നു ഇവിടം വരെ. വാവ്, സ്വച്ഛ ഭാരത്. എന്തോ പ്രശ്നം എന്താ വല്ലതും തിന്നണം മര്യാദക്ക്. അത് മേടിച്ചില്ലാണ്ട് പിന്നെ വേറെ പ്രശ്നം. അത് അൽത്തൂർ സാധനം കഴിക്കുമ്പോൾ അപ്പം നിനക്ക് കാർബണേറ്റ് പറ്റത്തില്ല. ഞാൻ ഇതല്ല അൾസറെല്ലാം ഉണ്ടോ? സോഡ ഡ്രിങ്ക്സ് മാത്രമേ പ്രശ്നമുള്ളൂ. ഗ്യാസ്ട്രിക് ജ്യൂസ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും തന്നെ, അതായിരിക്കും പ്രശ്നം.
ഞാൻ പാടില്ല. ഓക്കെ ടാക്സി എന്ത് ടാക്സി ബാ നല്ല തിരക്കാം ബാക്കി കൂടെ കയറാം. ഞങ്ങൾ കയറിയ ട്രാമിൽ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമുക്ക് കാര്യമായിട്ട്. ഞങ്ങളങ്ങനെ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഹോസ്റ്റൽ അടുത്ത് തന്നെയാണ്. അതിന് മുന്നേ കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. അതെ, കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ട്. ഒന്നുമില്ല, സവാള തക്കാളി വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ മേടിക്കാനാണ്. ഇതാണ് ഞങ്ങളുടെ ഗ്രോസറി ഷോപ്പിംഗ്. അപ്പം ഇനിയിപ്പോൾ അവിടേക്ക് പോകണം. എൻ്റെ ഫോണിൻ്റെ ചാർജും തീരാറായി, 8% ഉള്ളൂ. അതുകൊണ്ട് അതെ, ഇനിയിപ്പോൾ എപ്പോഴാണ് ഓഫായി പോകണമെന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഒരു മിനി വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ പറയാം, പക്ഷേ കമൻറ്റിൽ എഴുതാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം അടുത്തൊരു ദിവസം അടുത്തൊരു വ്ളോഗ് കാണുന്നവരെ ബൈ.